12-ാം തീയതി പാർലമെന്റ് മാർച്ച് ഡൽഹിയിൽ നടക്കുകയാണ്. എല്ലാ സർവകക്ഷിയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഈ സമരത്തെ തോൽപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. ഇതിൽ ഞങ്ങൾ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ധരിച്ചത് കേരളത്തിന്റെ തീരപ്രദേശത്തും ഇന്ത്യയിലെ തീരപ്രദേശത്തും അതിശക്തമായ പ്രതിഷേധം ആഴക്കടൽ ഖനനത്തിനെതിരെ ഉണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പിന്മാറുമെന്ന് ധരിച്ചു. 2 ദിവസം ടെൻഡർ നടപടി നീട്ടിവെച്ചിട്ട് നേരെ പ്രഖ്യാപിച്ചത് ടെൻഡർ നടത്തും. ടെൻഡർ കിട്ടിയ കമ്പനിയെ കൊണ്ട് പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കുന്ന അതിന്റെ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത്. വളരെ കൃത്യമായ സന്ദേശമാണ് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും നടത്തുന്നത്. ഞങ്ങൾ ആരെതിർത്താലും ഞങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാരായ കോർപ്പറേറ്റുകൾക്ക് ആഴക്കടൽ കൊടുക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അനുബന്ധ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വഴിയാധാരമാകുന്നതും അവർ ആത്മഹത്യയിലേക്ക് പോകുന്നതും ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പ്രഖ്യാപനത്തിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇവർക്ക് സംഘടിത ശക്തിയുടെ ബലം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. വടക്കേ ഇന്ത്യയിലെ കർഷക സമരം കൊണ്ട് ഒരു ചെറിയ ബോധ്യം അവർക്ക് ഉണ്ടായതാ. അതിനേക്കാൾ ശക്തമായ വൈകാരികതയാണ് തീരപ്രദേശത്തുള്ളത്. എല്ലാവരും ഒന്നിച്ചാണ് ഇവിടെ മതമില്ല, ജാതിയില്ല, ഇസമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാ. ഒരു കാരണവശാലും മോദിയുടെ മുത്തപ്പം വന്നാലും ഞങ്ങൾ കടലിൽ മണ്ണെടുക്കാൻ വേണ്ടി അനുവദിക്കില്ല. അതിന്റെ ഭാഗമാണ് ഇന്ന് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും KC വേണുഗോപാൽ MP AICC ജനറൽ സെക്രട്ടറി നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ പുറംകടലിൽ പോയി സമരസംഗമം നടത്തുന്നത്. ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും പുറംകടലിൽ ഒരു സമരസംഗമം നടക്കുന്നത്. നമ്മളാരും ഇതുവരെ വായിച്ചു കേട്ടിട്ടില്ല, ഒരു മാധ്യമത്തിലും കണ്ടിട്ടില്ല. പുറംകടലിൽ പോയി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് പുറംകടലിലേക്ക് പോകുന്നത്, മത്സ്യബന്ധന യാനങ്ങളുമായി പോകുന്നത്. അവിടെ പോയി ഞങ്ങൾ സമരസംഗമം നടത്തും. തിരിച്ച് തോട്ടപ്പള്ളി ഹാർബറിൽ വന്ന് ഭാവി സമര പ്രഖ്യാപനവും നടത്തും. 12-ാം തീയതി പാർലമെന്റ് മാർച്ച് ഡൽഹിയിൽ നടക്കുകയാണ്. എല്ലാ സർവകക്ഷിയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഈ സമരത്തെ തോൽപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. ഇതിൽ ഞങ്ങൾ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും.